എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ജലജയും അഭിയാണ് ഇന്ന് ആദ്യമേ കാണിക്കുന്നത്. ജലജയ്ക്ക് ആകെ സങ്കടം. ജലജയുടെ സാരി എല്ലാം പഴയതാണ്, പുതിയ സാരിയൊക്കെ മേടിക്കണം. അപ്പം ദേവയാനിയുടെ കയ്യിൽ നിന്ന് അഭി പൈസ അടിച്ച് മാറ്റിയിട്ട് വേണം പുതിയ സാരിയൊക്കെ മേടിക്കാൻ. ആ കാര്യം പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, അമ്മായി ഇന്ന് എന്നോട് സംസാരിച്ചായിരുന്നു, എന്നിട്ട് പറയും ആ പെൺകുട്ടിയോട് സംസാരിക്കണം. ഞാനൊന്ന് പേടിച്ചു പോയി എന്ന് പറയും. അന്നേരം ജലജ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് മൊത്തം കുളമായോടാന്ന് ചോദിക്കുമ്പോൾ കുളമായിട്ടൊന്നുമില്ല, അവളുമായിട്ട് സംസാരിച്ചു, എന്നിട്ട് നാളെ തന്നെ അവളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, മിക്കവാറും ചെക്ക് കൊടുക്കുമായിരിക്കും എന്നൊക്കെ പറയുവാണ്. അന്നേരം ജലജ പറയുന്നുണ്ട്, ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ടേ ഇരിക്കണം, അങ്ങനെ വെറുതെ വരേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുക. അന്നേരം ഇതെല്ലാം അവിടെ നിന്ന് ദേവേനെ കേൾക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ദേവയാനിക്ക് ദേഷ്യം വന്നിട്ട് ദേവയാനി അങ്ങ് പോയി കഴിയുമ്പോഴും ജലജ ഇതിനെപ്പറ്റി തന്നെ സംസാരിക്കുന്നത്. ജലജയ്ക്ക് ആകെ സങ്കടം. ശരണിക്ക് 10 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ടല്ലോ. അന്നേരം പറയുന്നുണ്ട്, 10 ലക്ഷം രൂപ ഇത്തിരി കൂടുതലല്ലേടാ, അത്രയും കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതില്ലാണ്ട കാര്യങ്ങൾ നടക്കുകയില്ലമ്മേ എന്ന് പറയും. അന്നേരം ജലജ പറയാം, എന്നാലും അവൾ മേലനങ്ങാതെ 10 ലക്ഷം മേടിക്കുവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമമാണ് എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, അപ്പം നമ്മൾ മേലനങ്ങിയിട്ടാണോ 40 ലക്ഷം മേടിക്കാൻ പോകുന്നത്? ഏതായാലും നാളത്തെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ചെറിയ ടെൻഷനുണ്ട്. അവളുടെ നാവ് ഒന്ന് പിഴച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 ലക്ഷം കാണിയില്ല, 10 രൂപയും കാണിയില്ല. അതുകൊണ്ട് ഏതായാലും നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നാൽ മതിയായിരുന്നു. അവളാണ് അഭിനയിച്ച് ഫലിപ്പിക്കേണ്ടത്. എവിടെയെങ്കിലും ഒന്ന് തെറ്റിട്ടുണ്ടെങ്കിൽ ഞാനടക്കം തൂങ്ങും എന്നിങ്ങനെ അഭി പറയുന്നുണ്ട്. അന്നേരം ജലജയും പറയുന്നുണ്ട്, ഏട്ടത്തിയായിട്ട് ഇത് ആരോടും പറയാതിരുന്നാൽ മതി, പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുന്നേ എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, ഇല്ല നീ അങ്ങനെ പറയത്തൊന്നുമില്ല, ഈ വീട്ടിലുള്ള ആരും അറിയണ്ടെന്ന് അമ്മായി തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ഇങ്ങനെയാണെങ്കിലും ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങോട്ട് പോവാണ്. ഒരുപാട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ജലജയും നിൽപ്പുണ്ട്. ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് നമ്മളെ ആ എസ് ഐയെ കാണിക്കുന്നുണ്ട്. അഭി ഒരു എസ് ഐനെ എടുത്തിട്ട് ഇടിച്ചായിരുന്നല്ലോ, ശബരിമലയ്ക്ക് പോയപ്പോൾ ഇടിച്ചതിൻ്റെ വാശി തീർക്കാൻ വേണ്ടി. ആ എസ് ഐ ചെക്കിങ്ങിൽ നിൽപ്പുണ്ട്, വണ്ടി ചെക്ക് ചെയ്യാൻ നിൽക്കില്ല, അങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അഭി അങ്ങോട്ട് വരുമ്പം എസ് ഐ കണ്ടുകൊണ്ട് പണിയാകും എന്ന് കരുതി തിരിച്ചു പോരുന്നൊക്കെയുണ്ട് എസ് ഐ കാണാതെ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. ദേവയാനി ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് നയന വരുന്നുണ്ട്. നയന വരുന്ന കാണുന്നതേ മനസ്സിൽ ഓർക്കുന്നുണ്ട് ദേവയാനി. മിക്കവാറും കരൾ എന്ന പെൺകുട്ടിയെ ഞാൻ അറിഞ്ഞ കാര്യം അറിഞ്ഞിട്ട് തന്നെ വരുന്നതായിരിക്കും എന്നിങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നയന അടുത്ത് വരുമ്പോൾ ചോദിക്കും, എന്താ നിനക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഒന്നുമില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒന്നുമില്ലെങ്കിൽ എൻ്റെ അടുത്തോട്ട് വരരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, നിൻ്റെ മുഖം ഒരുപാട് നേരം കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഇതും നിനക്കറിയാവുന്നതല്ലേ എന്ന് ചോദിക്കും. അന്നേരം പയ്യെ പരിങ്ങി നിന്നിട്ട് ഇങ്ങനെ നയനെ ചോദിക്കുവാണ്, അതെ അമ്മ എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ, കരൾ കൊടുത്ത പെൺകുട്ടി അമ്മ അറിഞ്ഞു എന്നൊക്കെ പറയണ കേട്ടു, അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം ദേവേനി, അറിഞ്ഞു, അതിനെന്താ ഇപ്പോൾ കുഴപ്പം, നിങ്ങളോട് എല്ലാവരോടും ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നല്ലോ, പിന്നെ എന്താ, അത് ആ പെൺകുട്ടിയെ ഞാൻ അങ്ങ് അന്വേഷിച്ച് കണ്ടെത്തി എന്ന് പറയും. അന്നേരത്തേക്കും നയന പറയുക, അമ്മേ ഇന്നത്തെ കാലത്ത് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന സമയമാണ്, ബാങ്കിൽ പോലും പൈസ നമുക്ക് വിശ്വസിച്ചിടാൻ മേലാത്ത അവസ്ഥയാണ്, അതുകൊണ്ട് അമ്മ ആരെങ്കിലും പറ്റിക്കുന്നതാണെങ്കിലോ അമ്മ അങ്ങനെ ഒരു ചതിയിൽ പോയി വീഴരുത് എന്ന് പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ഇല്ല ഞാൻ ചതിയിൽ പോയി വീഴുന്നില്ല, എന്നാൽ നീ പറ, എന്നെ സഹായിച്ച പെൺകുട്ടി ആരാണെന്ന് നിനക്കറിയാവോ, അറിയാമെങ്കിൽ നീ പറ, അപ്പോൾ പ്രശ്നം തീർന്നില്ലേ എന്ന് പറയും. അന്തേക്കും നയന, ഇല്ല എനിക്ക് അറിയത്തില്ല ആ പെൺകുട്ടി എന്ന് പറയുമ്പോഴേക്കും ദേവയാനി മനസ്സിലോർക്കുവാണ്, ആ പെൺകുട്ടിയെ നിനക്കറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയത്തില്ലെന്ന് എനിക്കറിയാം മോളെ എന്നാണ് മനസ്സിലോർക്കുന്നത്. എന്നിട്ട് പറയും, ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെയുള്ളവർക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇവിടെ ആദർശനും ജേട്ടനും ഒക്കെ അറിയാം, എന്നിട്ടും അവർ പറഞ്ഞില്ല, അതുകൊണ്ടാണല്ലോ ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്ക് അവരെ കണ്ടെത്താൻ പോയതും കണ്ടെത്തിയതും. ഇനിയിപ്പം ആ പെൺകുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണം, അന്ന് ഞാൻ അവൾക്ക് വേണ്ടി 10 ലക്ഷം രൂപ കൊടുത്തു വിട്ടതാണ്, അവളത് സ്വീകരിച്ചില്ല, ഇനി കാണുമ്പം കൊടുക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും നയനയ്ക്ക് ആകെ ടെൻഷനാണ്. അന്നേരം നയന പറയുന്നുണ്ട്, ആ പെൺകുട്ടിയും ഭർത്താവും ഈ നാട്ടിലില്ല എന്നാണ് ആദർശേട്ടൻ പറഞ്ഞത്, അന്നേരം ആ പെൺകുട്ടി അല്ലായിരിക്കും അമ്മ കണ്ടത്, അമ്മ ആരെങ്കിലും പറ്റിക്കുന്നതായിരിക്കും എന്ന് പിന്നെയും പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ആ പെൺകുട്ടിയും ഭർത്താവും ഒക്കെ ഈ നാട്ടിൽ തന്നെയുണ്ട്, എന്നെ വെറുതെ പറ്റിച്ചത് ആദർശാണ് എന്ന് പറയും. അന്നേരം എനിക്ക് ആകെ വിഷമമാവുന്നുണ്ട്, ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ എന്ന് ദേവേനി ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും. എന്നാൽ പോകാൻ നോക്കുക, ഏതായാലും ആ പെൺകുട്ടിയെ കണ്ടെത്തി, നിന്നെപ്പോലെയൊന്നുമല്ല, നല്ല പെൺകുട്ടിയാണ്, ഇങ്ങനെയുള്ള പെൺകുട്ടികളാണ് ഇന്നത്തെ കാലത്ത് കാണാൻ പോലും കിട്ടാത്തത് എന്നൊക്കെ പറഞ്ഞാൽ പെൺകുട്ടി ഒന്ന് പുകഴ്ത്തിയൊക്കെ വിടുന്നുണ്ട്. പക്ഷേ നയനിക്ക് കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ മേലാത്തതുകൊണ്ട് വിഷമിച്ച് അങ്ങോട്ട് പോവുക. നയനങ്ങ് പോയി കഴിയുമ്പോഴേക്കും ദേവയാനി മനസ്സിലോർക്കുവാണ്, നീ പേടിക്കണ്ട മോളെ, നിന്നെ ഇപ്പം ഞാൻ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല, നിൻ്റെ ഭർത്താവ് ആദർശ് പോലും അത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നുണ്ടാവില്ല എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് ദേവയാനി. അത് കഴിഞ്ഞ് നയനയ്ക്ക് ആകെ ടെൻഷനായി തുടങ്ങി. നയന നേരെ മുത്തശ്ശിയുടെ അടുത്ത് പോയി ഈ കാര്യങ്ങൾ പറയുവാണ്. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതാരാ പോലും, ഇനി ആരെങ്കിലും അവളെ പറ്റിക്കാൻ വേണ്ടി അവളെ ഒന്ന് കണ്ടതാണോ എന്ന് അറിയത്തില്ലല്ലോ, ഇതിനിടയ്ക്ക് അവൾ ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് അത് നിർത്തിയതായിരുന്നല്ലോ എന്നൊക്കെ മുത്തശ്ശി
പറയുന്നുണ്ട്. അന്നേരം നയന പറയുന്നുണ്ട്, അങ്ങനെ അന്വേഷണം നിർത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഇപ്പം ഏതോ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇതിപ്പം അമ്മയെ ചതിക്കാൻ വേണ്ടി ആരോ അമ്മയുടെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അമ്മ അന്വേഷണമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകാറുണ്ടായിരുന്നല്ലോ. ആ ഹോസ്പിറ്റലിലുള്ള പലർക്കും ഈ കാര്യം അറിയാം, നേഴ്സുമാർക്കും ഒക്കെ അറിയാം. അവരാരെങ്കിലും ഏതെങ്കിലും പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചോ എന്ന് അറിയത്തില്ലല്ലോ. ഇനിയിപ്പോൾ ആ പെൺകുട്ടിയുടെ പുറകെ ആയിരിക്കും അമ്മ. അങ്ങനെ ചതിക്കപ്പെടാൻ ഞാൻ അനുവദിക്കുകയില്ല എന്നൊക്കെ പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ആ പെൺകുട്ടിക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ ഒരു 10 ലക്ഷത്തിൻ്റെ ചെക്ക് ആദർശിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടതായിരുന്നു ദേവയാനി. മിക്കവാറും ആ പൈസ തന്നെയായിരിക്കും ഇനിയും കൊടുക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 50 ലക്ഷം പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ 50 ലക്ഷം മാത്രമല്ല, ഇനി ആ പെൺകുട്ടി എന്ത് ചോദിച്ചാലും ദേവയാനി കൊടുക്കും. ആ ഒരവസ്ഥയിലേക്ക് ഇനി പോകാൻ പോകുന്നത്. ഇനി എന്ത് ചെയ്യും മോളെ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം നയന പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല, എനിക്ക് ആകെ പേടിയാവുന്നുണ്ടെന്ന് പറയുമ്പം, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമുണ്ട്, ആ പെൺകുട്ടി ആരാണ് എന്ന് കണ്ടെത്തിയ പോരെ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, അങ്ങനെ അമ്മയെ പറ്റിക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. അമ്മ ആ പെൺകുട്ടിക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുകയോ അവൾ എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാമല്ലോ. അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലീസിൽ കേസ് കൊടുക്കും. ആൾമാറാട്ടത്തിന് അവളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും, പൈസ തിരിച്ചു പിടിക്കുകയും ചെയ്യും. അങ്ങനെ എൻ്റെ അമ്മയെ പറ്റിക്കാൻ ഞാൻ ആരെ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് നയനയും കൊണ്ട് പോകുമ്പം ചെറിയൊരു വിഷമത്തോടെ ഇരിക്കുക കേട്ടോ മുത്തശ്ശിയും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അബിയാണ്. അബി ശരണ്യയുടെ വീട്ടിൽ പോയി ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, മോനെ നീ ഇതിനു മുമ്പ് അവളെ സ്നേഹിച്ചതാണ്, എന്നിട്ട് കൈവിട്ട് കളഞ്ഞപ്പോൾ അവൾ ഒരുപാട് വിഷമിച്ചു, ഇനിയും അവളെ ഏടാകൂടത്തിലൊന്നും കൊണ്ട് ചാടിക്കരുത് എന്ന് പറയുമ്പം അബി പറയുന്നുണ്ട്, ഒരു ഏടാകൂടവും ഇല്ല, ഏതായാലും കൈ നിറച്ച് പൈസയാണ് കിട്ടാൻ പോകുന്നത്, അതും വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ശരണ്യെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയും. അന്നേരം ആണ് അങ്ങോട്ടേക്ക് ശരണ്യ വരുന്നത്. അപ്പം ശരണ്യ പറയുന്നുണ്ട്, ഇത് വലിയ ഔദാര്യമൊന്നുമല്ല, എനിക്ക് 10 ലക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി നിനക്ക് കിട്ടുന്നില്ലേ എന്ന് ചോദിക്കും. അന്നേരം ശരണ്യയുടെ അമ്മ പറയുക, അത് തന്നെ, ഒരു ബിസിനസ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അതിനൊരു മര്യാദയില്ലേ മോനെ, അതുപോലെ 10 ലക്ഷമാണോ അവൾക്ക് കൊടുക്കേണ്ടത്, ഒരു പകുതിയിലും കൊടുക്കണ്ടായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം അബി പറയുന്നുണ്ട്, അങ്ങനെ അത്രയ്ക്ക് അത്യാർത്ഥിയൊന്നും വേണ്ട, ഇതൊരു ബിസിനസ് നടത്തുമ്പം അതിൽ ലാഭം ഉണ്ടായാലും നഷ്ടം ഉണ്ടായാലും സഹിക്കേണ്ടത് മുതലാളിയാണ്, അതല്ലാതെ നഷ്ടം മൊത്തം മുതലാളിക്ക്, ലാഭം തൊഴിലാളിക്ക്, അങ്ങനെയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ആവശ്യത്തിന് കയ്യിലോട്ട് തരുന്നുണ്ട്, ഇനിയും ചിലപ്പോൾ ഇതുപോലുള്ള സഹായങ്ങൾ ഉണ്ടായെന്നിരിക്കാം. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ അങ്ങ് കാര്യങ്ങൾ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു തന്ന പോലെ അവർ വരുമ്പം നിങ്ങളങ്ങ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ കാര്യങ്ങൾ നടന്നു പൊക്കോളും എന്നൊക്കെ അബി അവരോട് കാര്യങ്ങളൊക്കെ പറയും. എല്ലാം കഴിഞ്ഞിട്ട് അബി അങ്ങ് പോന്നു കഴിയുമ്പോഴേക്കും ശരണ്യയുടെ അമ്മയ്ക്ക് സംശയം. അമ്മ ശരണ്യോട് ചോദിക്കുവാണ്, മോളെ അവനെ കണ്ണടച്ച് നീ വിശ്വസിക്കുകയൊന്നും വേണ്ട, അവൻ കാര്യം കഴിയുമ്പോൾ നിന്നെ പറ്റിച്ചാലോ, പൈസ തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കും. എന്നിട്ട് ശരണ്യ പറയുന്നുണ്ട്, അമ്മ പൊട്ടത്തരം പറയല്ലേ, എൻ്റെ പേരിലാണ് ചെക്ക് തരുന്നത്, ഞാനാണ് പോയി പൈസ മാറിയെടുക്കുന്നത്, അന്നേരം എനിക്ക് വേണമെങ്കിൽ അവനെ പറ്റിക്കാം, അല്ലാണ്ട് അവൻ എന്നെ പറ്റിക്കാനൊന്നും സാധിക്കില്ല എന്ന് ശരണ്യ പറയുന്നുണ്ട്. പിന്നീട് അബിയാണ് കാണിക്കുന്നത്. അബിയും കൂട്ടുകാരും വണ്ടിയിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അന്നേരം അബി പറയുന്നുണ്ട്, കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കയ്യിലേക്ക് ഇതുപോലെ ലക്ഷങ്ങൾ വരുന്നത്, അതേതായാലും ഞാൻ നല്ല രീതിയിൽ വിനിയോഗിക്കും എന്ന് പറയുമ്പം കൂടെയുള്ളവർ ചോദിക്കുന്നുണ്ട്, നീ അനന്തപുരിയിലെ പയ്യനല്ലേ, നിനക്ക് അതിൽ നിന്ന് പൈസ എടുക്കാനൊന്നും പറ്റില്ലേ, ജ്വല്ലറിയിൽ നിന്ന് പൈസ എടുക്കാനൊന്നും പറ്റില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം അബി പറയുന്നുണ്ട്, ചുമ്മാ പൊട്ടത്തരം പറയരുത് കേട്ടോ, ജ്വല്ലറിയിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആ ആദർശാണ്, അവൻ്റെ മേൽനോട്ടത്തിലാണ് എല്ലാം നടത്തുന്നത്, അവൻ്റെ ഒരു ഒപ്പിന് ഇപ്പം പൊന്നു വിലയാണ്, അതുപോലെ തന്നെ അനന്തപുരി ട്രസ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും നിയന്ത്രിക്കുന്നത് ആ ക്യാൻസർ വന്ന് തീരാറായിരിക്കുന്ന മുത്തച്ഛനാണ്, അതുകൊണ്ട് ഒരു കാര്യവും നടക്കുകയില്ല എന്ന് പറയും. അന്നേരം അവർ ചോദിക്കുന്നുണ്ട്, അപ്പം അങ്ങേര് തട്ടിപ്പോയാലും കാര്യങ്ങൾ മൊത്തം ആദർശിൻ്റെ കയ്യിലേക്ക് എത്തൂലേ എന്ന് ചോദിക്കും. അന്നേരം അബി പറയുവാണ്, അതെ, അവൻ്റെ കയ്യിലേക്ക് എത്തും, അതുകൊണ്ടാണല്ലോ അവൻ്റെ അമ്മയെ പറ്റി ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കുന്നത് എന്ന് അബി പറയുമ്പം അവർ പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാൽ ആ ഹോട്ടൽ നമുക്ക് മേടിക്കണം കേട്ടോ, നല്ല രീതിയിൽ നമുക്ക് നടത്താം എന്ന് പറയുമ്പോൾ അബി പറയുവാണ്, അത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുവാണ്, ലാഭമായാലും നഷ്ടമായാലും ഒരു എമൗണ്ട് എന്നും എൻ്റെ കയ്യിലെത്തണം, ബാക്കി എന്ത് ലാഭം ഉണ്ടായാലും നിങ്ങൾ തന്നെ എടുത്തോ എന്നും പറയുന്നുണ്ട്. പിന്നീട് നവ്യ അഭി വരാൻ വേണ്ടി നോക്കിയിരിക്കും കേട്ടോ രാത്രിയിൽ. അന്നേരം കോളിംഗ് ബെൽ അടിക്കുമ്പോഴത്തേക്കും നവ്യ പോയി വാതിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ കുടിച്ചിട്ട് കയറി വരുന്നത്, ഇത് ഈ വീട്ടിലുള്ള ആരെങ്കിലും അറിഞ്ഞാലത്തെ അവസ്ഥ നിനക്ക് അറിയാവോ എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, ഞാൻ കുറച്ചൊക്കെ കഴിക്കും, ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് പറയുമ്പം, ഇതൊന്നും ശരിയല്ല അഭി, ഞാനിത് എല്ലാവരോടും പറയൂ എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, വിവാഹത്തിന് ശേഷം എനിക്ക് മദ്യം കഴിക്കാതെ കിടന്ന് ഉറങ്ങാൻ മേലാത്ത അവസ്ഥയായി, നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നേ പിന്നെയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ കൂടെ കഴിയാൻ പറ്റിയല്ല
അല്ലെങ്കിൽ നീ ഇവിടുന്ന് അങ്ങ് ഇറങ്ങി പോകുക. ഏതായാലും ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്നെ വിവാഹം കഴിച്ച് ഇവിടുത്തെ മരുമകളായിട്ടാണ്. അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, ആഹാ അത് കൊള്ളാലോ, അനന്തപുരിയിലെ പയ്യൻ പുറത്ത് നീ ഇതിൻ്റെ അകത്തോ, അത് നടക്കണ കാര്യമാണോടി എന്ന് ചോദിക്കും. എന്നിട്ട് ദേഷ്യം വന്നിട്ട് നവ്യ പറയുവാണ്, ഇപ്പം നിന്നോട് ഞാൻ സംസാരിക്കുന്നില്ല, എന്തായാലും നാളെ ഞാൻ ഇതിനെല്ലാം മറുപടി പറയാമെന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, നീ വെറുതെ സീൻ ക്രിയേറ്റ് ചെയ്യരുത്, നാളെ നിനക്ക് ഞാനൊരു നല്ല പൊൻ മോതിരം മേടിച്ച് തരും ഈ വില കൂടി നിൽക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ മോതിരം ഒന്നും വേണ്ട, നീ ഒരു മനുഷ്യനായാൽ മതിയെന്ന്. അന്നേരം അഭി പറയുന്നുണ്ട്, ഞാനൊരു മനുഷ്യനായിരുന്നു, നിന്നെ വിവാഹം കഴിച്ച് പിന്നെ എൻ്റെ ജീവിതം ഇങ്ങനെ ആയത്, മദ്യം കഴിക്കാതെ ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായി എന്നൊക്കെ പറഞ്ഞിട്ട് അഭി അങ്ങ് പോകുമ്പോൾ വിഷമിച്ച് നിൽക്കുവാണ് നവ്യ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകിയാണ്. ജാനകി രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നതേക്കും ദേവേന് പുറത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങുവാണ്. അന്നേരം എവിടെ പോവാണ് എന്ന് ചോദിക്കുമ്പം അമ്പലത്തിലൊന്ന് പോകണം, പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയും കാണണമെന്ന് പറയും. അന്നേരം ജാനകി ചോദിക്കും, അയ്യോ നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഞാനും കൂടെ വരുമായിരുന്നല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ദേവേന് പറയുവാണ്, നീ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും നോക്കണ്ടേ, ഇത്രയും ദിവസം ഞാനല്ലേ അടുക്കളയിലെല്ലാം ചെയ്തത്, ഇന്ന് നീ ചെയ്യേ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. പോയി കഴിയുമ്പോഴത്തേക്കും ജലജ അങ്ങോട്ട് വരും. എന്നിട്ട് എങ്ങോട്ട് പോയതായെന്ന് ചോദിക്കുമ്പോൾ എവിടെയോ കറങ്ങാൻ പോയതാ, എന്നിപ്പോൾ അടുക്കളപ്പണിയൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, നീയും കൂടെ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ജലജയോട് പറയുമ്പം ജലജ മനസ്സിലിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക കേട്ടോ, ചെക്ക് ഇന്ന് കിട്ടുമല്ലോ എന്നോർത്ത്. പിന്നെ നമ്മുടെ അഭിയാണ് കാണിക്കുന്നത്. അഭി വഴിയിൽ ദേവേനി വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും ദേവേനി വരും. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് അഭിയോട് ചോദിക്കുന്നുണ്ട്, എടാ നമ്മൾ ചെല്ലുന്ന കാര്യം നീ ഇന്ന് പറഞ്ഞായിരുന്നു അവരോട് എന്ന് ചോദിക്കും. അന്നേരം ഇല്ല പറഞ്ഞിട്ടൊന്നുമില്ല, നമുക്കൊരു സർപ്രൈസ് പോലെ അങ്ങ് കയറിച്ചെല്ലാം എന്ന് പറയും. അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട്, ഇന്ന് ആ പെൺകുട്ടിയുടെ ഭർത്താവിനെ കാണാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഭർത്താവോ, എൻ്റെ അമ്മായി അവൾ വിവാഹം കഴിച്ചിട്ടൊന്നും ഇല്ല എന്ന് പറയും. അന്നേരം ദേവേനി വിവാഹം കഴിച്ചിട്ടില്ലേ, വിവാഹം കഴിഞ്ഞ ഒരു പെണ്ണാണെന്നാണല്ലോ ആദർശം ചേട്ടനും ഒക്കെ പറഞ്ഞത് എന്ന് പറയും. അന്നേരം ദേവേനി അവിടെ അഭി പറയുവാണ്, എൻ്റെ അമ്മായി അവർ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുമോ, അവർ അങ്ങനെയായിരുന്നെങ്കിൽ ആ പെൺകുട്ടിയെ കാണിച്ചു തരികയില്ലായിരുന്നോ, കാണിച്ചു തന്നില്ലല്ലോ, അന്നേരം തന്നെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓർക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ, അതിലെന്തൊക്കെയോ കള്ളത്തരമുണ്ടെന്ന്. ഏതായാലും അവൾ വിവാഹം കഴിച്ചിട്ടൊന്നുമില്ല, ഒരു സന്നദ്ധ സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് അമ്മായിക്ക് ആവശ്യം വന്നപ്പോൾ അവൾ കരൾ തന്നത് എന്ന് പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ഏതായാലും ഇന്ന് അവൾക്ക് ആ ചെക്ക് കൊടുക്കണം, ഇനിയിപ്പോൾ അവൾ ആ ചെക്ക് മേടിച്ചില്ലെങ്കിൽ ഞാൻ അവളുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, ഓ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ, ചിലപ്പം മേടിക്കുമായിരിക്കും, ഇനിയിപ്പം വേണ്ടെന്ന് പറയുമെന്ന് എനിക്ക് അറിയത്തില്ല, ഏതായാലും അവളുടെ ആ മനസ്സിന് ഈ 50 ലക്ഷം കൊടുത്താൽ പോരായിരുന്നു, ഒരു കോടിയെങ്കിലും കൊടുക്കണമായിരുന്നു എന്ന് അഭി പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, ഇപ്പം ഇങ്ങനെ സഹായിക്കാം, പിന്നെ അവളുടെ വിവാഹമൊക്കെ നമുക്ക് നല്ല രീതിയിൽ നടത്തിവിടാം എന്ന് പറയുമ്പം അഭി മനസ്സിലോർക്കുക, എങ്കിൽ അവളുടെ വിവാഹമാണെന്ന് പറഞ്ഞ് കുറച്ചുകൂടെ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണമെന്ന്. ഏതായാലും പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരുടെ വണ്ടിയിൽ കയറി പോവാം കേട്ടോ. ഈ സമയം വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്, ദേവേനി എങ്ങോട്ടാണ് പോയതെന്ന് അറിയത്തില്ല, ഇനി പൈസ വല്ലതും ആർക്കെങ്കിലും കൊടുക്കുമോ എന്നറിയത്തില്ല, ഇങ്ങനെയുള്ള ടെൻഷനിൽ നിൽക്കുവാണ് അജയനും ജയനും എല്ലാവരും. അപ്പം ജയൻ പറയുന്നുണ്ട്, നമ്മളിൽ നിന്ന് എങ്ങനെയെങ്കിലും അറിയാൻ ആ പെൺകുട്ടി ആരാണ് എന്ന് അറിയാൻ ഏട്ടത്തി ശ്രമിക്കുമെന്നാണ് ഞാൻ കരുതിയത്, ഇതിപ്പോൾ ഏതോ ഒരാൾ ഏട്ടത്തിയെ പറ്റിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയെന്ന് അജയൻ പറയും. അന്നേക്കും അങ്ങോട്ട് നയന് വരുന്നുണ്ട്. അന്നേരം അമ്മ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പം ജയൻ പറയുന്നുണ്ട്, വിളിച്ചിട്ടൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല, ഇതിപ്പോൾ ആരെ കാണാൻ പോയതാണ് എന്നൊന്നും അറിയത്തില്ല, ഇതിനിടയ്ക്ക് നിന്ന് ആരോ കളിക്കുന്നുണ്ടെന്നാണല്ലോ മോളെ തോന്നുന്നത് എന്ന് ജയൻ പറയുമ്പോൾ ഇങ്ങനെ സംശയത്തിൽ നോക്കി നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.